കുറച്ച് നാളുകൂടി ഞാനിന്നേ ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് അതൊരു വീഡിയോ ആക്കി എടുത്തിരിക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണേ. എന്നാലും ടേസ്റ്റ് വളരെ അടിപൊളി ടേസ്റ്റ് വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ റെഡിയാക്കി നോക്ക് കേട്ടോ. ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ കഴിച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം അരി അളന്നെടുക്കുകയാണേ. 2 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ കളറ് മാറുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകി വെള്ളം പോവാനായിട്ട് വെക്കണം. ആ സമയത്ത് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം എടുത്ത് വെക്കാം. ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തത് കൊണ്ടിട്ട് 4 ഗ്ലാസ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അത് കഴിഞ്ഞിട്ട് വേറൊരു പാൻ എടുത്ത് ആ പാൻ ചൂടാകുമ്പോഴത്തേക്കും നെയ്യ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഹോൾ സ്പൈസസ് ഇല്ലേ, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അരിയിട്ട് കുറച്ച് നേരം ഒന്ന് ആ നെയ്യിൽ ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ഈ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് ഒരു നാരങ്ങ നീരിൻ്റെ ഒരു പീസ് നാരങ്ങ അതിൻ്റെ നീരൊഴിക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ക്യാരറ്റും സവാളയും കൂടി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഒരു 1/4 വേവാക്കി ഓഫാക്കി വെക്കുക. ആ വെള്ളം പറ്റിച്ചെടുക്കുക കേട്ടോ. ആ ചേർക്കുന്ന വെള്ളം കറക്റ്റാണ്. അത് പറ്റി വരുമ്പോഴത്തേക്കും റൈസ് ഓക്കെ ആകും കേട്ടോ, കറക്റ്റ് വേവാകും. അതിനുശേഷം ഞാൻ ചിക്കൻ കഴുകി എടുക്കുകയാണേ. ചിക്കൻ അപ്പോൾ ഫുൾ ചിക്കൻ എനിക്ക് ആവശ്യമില്ല, ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി മാത്രം കുറച്ചെടുക്കുകയാണേ. 2 ഗ്ലാസ് അരിയല്ല എടുത്തിരിക്കണേ, അപ്പോൾ അതിനേക്ക് കുറച്ച് ചിക്കൻ മതിയാവും. ആ സമയത്തേക്ക് ഞാൻ 4 സവാള വറുക്കാനും, ചെറിയ സവാള ആയതുകൊണ്ടിട്ടാട്ടോ. വലിയ സവാളയാണെങ്കിൽ 2 സവാള എടുക്കാം. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 4 സവാള എടുക്കുന്നുണ്ട്. 4 സവാള എടുത്ത് വറുത്തെടുക്കാനും 4 സവാള വഴറ്റാനുമായിട്ട് അങ്ങനെ രണ്ട് സെറ്റായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണേ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കുക. അതിലേക്ക് പിന്നീട് നമ്മൾ സവാള ഇട്ട് അതും വറുത്ത് കോരി വെക്കണം കേട്ടോ. ആ എണ്ണയിൽ തന്നെ, ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ പിന്നെ നമ്മൾ വേറെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ 4 എണ്ണം, ആ സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള വഴണ്ടി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളി എടുക്കുക. അതും ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5 6 വലിയ പച്ചമുളക് 5 6, ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ, എരിവിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഇതിലധികം മസാല ചേർക്കാത്തതുകൊണ്ട് എരിവൊക്കെ ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർക്കുക. പിന്നെ ഒരു വലിയ തക്കാളി മുഴുവനായിട്ട് എടുക്കണേ. അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി വെന്ത് ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇല്ലേ, അതിൽ പകുതിയോളം എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ആ സമയത്ത് മല്ലിയിലയും പുതിനയിലയും, ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില എടുക്കുക, ഒരു കൈപ്പിടി നിറച്ചും പുതിനയും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് അതും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു 3 സ്പൂൺ തൈര്, ഞാനിപ്പോൾ അളന്നൊന്നുമല്ല, എനിക്കൊരു കണക്കിന് അങ്ങോട്ട് ഒഴിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അളന്നെടുക്കാം, 3 വലിയ സ്പൂൺ എടുക്കാം. അപ്പോൾ ഞാൻ അതും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുകയാണേ. അപ്പോൾ ഇതൊന്ന് മിക്സായി ഒന്ന് ഇച്ചിരി ഒരു ഗ്രേവി പോലെ ആകുമ്പോഴത്തേക്കും ആ സമയത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ, നമുക്ക് ആവശ്യമുള്ള എത്രയാണോ ആ അരിക്ക് അത്രയും ചിക്കൻ എടുക്കുക. അത് ഇപ്പോൾ എല്ലൊക്കെ ഉള്ള പീസാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണേ. അപ്പോൾ ഞാൻ കൂടുതലും എല്ലുള്ള പീസുകളാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ആ മിക്സ് ചെയ്ത് ആ ഇറച്ചിയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. ആ മസാല ഇറച്ചിയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് വെച്ചിട്ട് പിന്നെ ഇനി അടുത്ത് നമ്മൾ പൊടികൾ ചേർക്കാനേ. ആദ്യം ഇതിൽ അധികം മസാല ചേർക്കുന്നില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് ഗരം മസാലയാണ് ഏറ്റവും അധികം എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, തലശ്ശേരി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ഈ ഗരം മസാല മാത്രം അവർ ഉപയോഗിക്കുക. പക്ഷെ ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ആഡ് ചെയ്തെന്നേ ഉള്ളൂ. എല്ലേലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളമൊക്കെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി നന്നായിട്ടൊരു ഗ്രേവി പോലെ ആകും കേട്ടോ.
അതിന് ശേഷമാണ് അപ്പോൾ ഈ ചിക്കൻ വേകുന്ന ഈ അരി നമ്മളൊരു 3/4 വേവല്ല വെച്ചിരിക്കുന്നത്, ഇനി ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചിക്കനും അതേപോലെ ഒരു 3/4 വേവിനോളം ആവണം. എന്നാലും നന്നായിട്ട് തന്നെ വെന്താലും കുഴപ്പമില്ല കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കുമാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടോ. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പോൾ ആ ചിക്കനും ഗ്രേവിയും എല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൻ്റെ ലാസ്റ്റ് അടിയിലേക്ക് അതെടുത്തിട്ട് ഇനി മുകളിലായിട്ട് ഒരു പകുതിയോളം റൈസ്, നമ്മളെടുത്ത എത്ര റൈസാണോ അതിൻ്റെ പകുതി റൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക്, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ, മല്ലിയില, പുതിനയില, വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, നെയ്യ്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഞാൻ ഈ വറുത്ത സവാളയില്ല, അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റാണ്. എനിക്ക് ആദ്യം അതറിയില്ലായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ചേച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ ചേച്ചി അത് ചെയ്യണ കണ്ടപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നി പിന്നീട് ഉണ്ടാക്കുന്ന ബിരിയാണിയിൽ. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സെയിം തന്നെ പ്രോസസ്സ് ഒന്നുകൂടി ചെയ്തിട്ട് നല്ല മൂടി നന്നായിട്ട് ഒട്ടും നമ്മുടെ ഈ ആവി പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ മൂടി വെച്ച് അതൊരു 15 മിനിറ്റ് ഒന്ന് ദമ്മിടുക കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ടേസ്റ്റായിട്ട് വളരെ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി ആയിട്ട് ഇത് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.